വധശിക്ഷ മരവിപ്പിക്കുന്നു എന്ന് പറയുന്ന വാർത്ത ന്യൂസ് മലയാളത്തിലൂടെ സ്ഥിരീകരിക്കപ്പെടുമ്പോൾ ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്ന് നിമിഷപ്രിയയുടെ മോചനം എത്ര വേഗത്തിൽ സാധ്യമാകും, അല്ലെങ്കിൽ അത് സാധ്യമാക്കി എടുക്കുക എന്നുള്ളതാണല്ലോ. ശ്രീജിത്ത് ബാലകൃഷ്ണൻ തുടരുക. അനൽക സെയ്ദിലേക്ക് ഒരിക്കൽ കൂടി മടങ്ങിപ്പോകേണ്ടതുണ്ട്. അനൽക, ഇതിപ്പോൾ തലാൽ അബ്ദുൽ മഹദി എന്ന് പറയുന്ന കൊല്ലപ്പെട്ടിട്ടുള്ള യമനി പൗരന്റെ കുടുംബവുമായിട്ടുള്ള ചർച്ചയ്ക്കുള്ള ഒരു വിൻഡോ ഓപ്പൺ ആവുക എന്നുള്ളതായിരുന്നല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ചർച്ചകൾ നടത്താനുള്ള നീക്കങ്ങൾ പോലും നേരത്തെ പാളിയിരുന്ന ഒരു സ്ഥിതിയിൽ നിന്ന് ഇപ്പോൾ വധശിക്ഷ മരവിപ്പിക്കുന്ന സ്ഥിതിയിലേക്ക് എത്തി. അപ്പോൾ ആ വിൻഡോയിൽ കൂടെ നമുക്ക് കടന്ന് ചർച്ചകളിലേക്ക് കടക്കാനും പിന്നീട് ദിയാധനം അവരെ കൊണ്ട് സ്വീകരിപ്പിക്കാനുള്ള വഴിയൊരുക്കാനും സാധിക്കും. അപ്പോൾ ആ നീക്കങ്ങളല്ലേ ഇനി നടക്കേണ്ടത്. ആ നീക്കങ്ങൾ എങ്ങനെ നടക്കുന്നുണ്ട്? അതിനും കാന്തപുരത്തിന്റെ ഇടപെടൽ ഉണ്ടാകില്ലേ? അത്തരം കാര്യങ്ങളിലൊക്കെ തന്നെ ഒരു ഔദ്യോഗികമായിട്ടുള്ളൊരു സ്ഥിരീകരണം വരേണ്ടതുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ യമനിലെ ഷൂറ കൗൺസിൽ അംഗവും അതോടൊപ്പം തന്നെ സുപ്രീം കോടതി ജഡ്ജുമായിട്ടുള്ള അമീൻ്റെ ഒരു ഇടപെടൽ ഇതിലേറ്റവും നിർണായകമാണ്. നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് തന്നെ നമുക്കറിയാം ഒരു ഈ കുടുംബങ്ങൾക്കിടയിൽ തന്നെ അംഗങ്ങൾക്കിടയിൽ തന്നെ അത്തരത്തിലൊരു അഭിപ്രായ ഭിന്നത ഉണ്ടായിരുന്നു. അതായത് ഈ ദയാധനം സ്വീകരിക്കണോ അല്ലെങ്കിൽ പിന്നെ സ്വീകരിച്ചുകൊണ്ട് മാപ്പ് കൊടുക്കണം, അതോടൊപ്പം തന്നെ അങ്ങനെ അല്ലെങ്കിൽ ശിക്ഷ, ഒരു ഭാഗം ആൾക്കാർ പറയുന്നു ശിക്ഷ അല്ലെങ്കിൽ അത് കണ്ടിന്യൂ തുടരണമെന്ന് അല്ലെങ്കിൽ ശിക്ഷ കൊടുക്കണമെന്ന് പറയുന്നു. അത്തരത്തിൽ രണ്ട് അഭിപ്രായങ്ങൾ തന്നെ കുടുംബാംഗങ്ങളുടെ ഇടയിൽ ഉണ്ടായിരുന്നു. പിന്നെ ഈ കാന്തപുരം യമനിലുള്ള സൂഫി പണ്ഡിതൻ മുഖേനയാണ് ഇടപെട്ടത്. ആ ഇടപെട്ട സമയത്ത് അദ്ദേഹത്തിൻ്റെ ഇടപെടലിൽ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണെന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയും ചെയ്യുന്നു. ഇതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട സൂഫി പണ്ഡിതനാണ്. അവിടെയുള്ള ഈ മുസ്ലിം വിശ്വാസികൾക്കിടയിൽ തന്നെ ഏറ്റവും സ്വാധീനമുള്ളൊരു പണ്ഡിതൻ കൂടിയാണ്. ഷെയ്ഖ് ഉമർ ഹബീബിൻ്റെ ഒരു ഇടപെടൽ, അദ്ദേഹത്തിൻ്റെ പ്രതിനിധികൾ ഈ കുടുംബവുമായും അതോടൊപ്പം തന്നെ അവിടെയുള്ള ഭരണകൂടവുമായും ഈ ഗോത്ര തലവന്മാരുമായിട്ടുമൊക്കെ തന്നെ ഇവർ സംസാരിക്കുകയും ചെയ്തു. അതിൻ്റെ ഒരു റിസൾട്ടാണ് നമുക്ക് ഇപ്പോൾ ഇതിൽ നമുക്ക് കാണാൻ കഴിയുന്നത് തന്നെ. ഇപ്പം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കാൻ ഈ ഒരു വ്യവസ്ഥാപിതമായിട്ടുള്ള ഭരണ സംവിധാനമില്ലാത്ത യമൻ പോലുള്ള രാജ്യത്തിനകത്ത് ഒരു മതസംഘടന കേരളത്തിൽ തന്നെ മുസ്ലിം മതവിശ്വാസികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മത നേതാവ് ഇത്തരത്തിൽ ഇടപെടുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു ഇടപെടലോണമാണ് ഇത്തരത്തിലൊരു വാർത്ത അല്ലെങ്കിൽ ഈ നിമിഷപ്രിയവുമായി ബന്ധപ്പെട്ട കേസിൽ ഇത്തരത്തിലൊരു പ്രതീക്ഷ നൽകുന്ന ഒരു ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്. ബിനിൽ, ഓക്കെ, വളരെ പ്രതീക്ഷ നിർഭരമായ ഒരു ഇടപെടലാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അത് ഫലം കാണുന്നു എന്നുള്ളതാണ്. ശ്രീജിത്ത് ബാലകൃഷ്ണനിലേക്ക് ഒരിക്കൽ കൂടി. ശ്രീജിത്ത് ബാലകൃഷ്ണൻ നേരത്തെ ചൂണ്ടിക്കാട്ടിയതുപോലെ തന്നെ വളരെ ചാരിതാർത്ഥ്യത്തോടു കൂടിയാണ് നമ്മൾ ഈ വാർത്ത ആദ്യം തന്നെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. കാരണം വളരെ നമ്മൾ ആഗ്രഹിച്ചിരുന്ന ഒരു നടപടിയാണ്. എങ്ങനെയാണ് അവിടെ ആ സംഭവ വികാസങ്ങൾ ഉണ്ടായത് എന്ന കാര്യങ്ങളെപ്പറ്റി തന്നെ ശ്രീജിത്ത് നേരത്തെ ചൂണ്ടിക്കാട്ടിയല്ലോ. അപ്പോൾ ഞാൻ നേരത്തെ അനൽക്കയോട് ചോദിച്ച ഒരു ചോദ്യത്തിൻ്റെ ഉപചോദ്യം തന്നെയാണ് ഇവിടെ പ്രസക്തമായി നിൽക്കുന്നത്. ഇനിയിപ്പോൾ ആ വിൻഡോയിലൂടെ ചർച്ച നടത്തുക എന്നുള്ളതാണ്. അവരെ കൊണ്ട് അത് സമ്മതിപ്പിക്കുക, ദിയാധനം വാങ്ങുന്ന ഘട്ടത്തിലേക്ക് എത്തിക്കുക, മോചനം സാധ്യമാക്കുക എന്നുള്ളതാണല്ലോ. അതിന് ഇനി ഏതെല്ലാം തരത്തിലുള്ള ഇടപെടലാണ് ഇന്ത്യയിൽ നിന്നുണ്ടാകേണ്ടത്? നമുക്കറിയാവുന്ന പോലെ തന്നെ സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും, അത് വിവിധ സർക്കാരുകളാണ്. ഉമ്മൻചാണ്ടിയുടെ കാലഘട്ടം മുതലുള്ള സർക്കാരുകൾ, പിന്നീട് തുടർന്ന് വന്ന ഈ രണ്ട് സർക്കാരുകളെല്ലാം തന്നെ അതിനുവേണ്ടി ഇടപെടുന്നുണ്ട്. മുൻ മോദി സർക്കാരുകളും ഈ സർക്കാരും അതിനുവേണ്ടിയുള്ള ഇടപെടൽ നടത്തുന്നുണ്ട്. നേരത്തെ കേന്ദ്രമന്ത്രിയായിരുന്ന വി മുരളീധരൻ്റെ ഇടപെടൽ നമുക്ക് അതിനകത്ത് അറിയാവുന്നതാണ്. അങ്ങനെ കൂട്ടായിട്ടുള്ള ഒരു പരിശ്രമമാണല്ലോ. അതിന് ഇനി ആ വിൻഡോയിലൂടെ കടക്കാൻ ഇന്ത്യയുടെ തലത്തിൽ നിന്നുള്ള ഇടപെടൽ ഏത് വിധത്തിലായിരിക്കും ഉണ്ടാവേണ്ടത്? തീർച്ചയായും കാന്തപുരം ഇടപെട്ടു. അത് ഏറെക്കുറെ നമ്മൾക്ക് ആശ്വാസകരമാകുന്ന കാര്യത്തിലേക്ക് ഇപ്പോൾ പോയിട്ടുള്ളത് കൊണ്ട്, കാരണം ഇപ്പോൾ ഒരു വഴി തുറന്നു വെച്ചിട്ടുണ്ട്. ആ വഴി നമുക്ക് കൂടി ആശ്വാസകരമാകുന്ന, എല്ലാവർക്കും ആശ്വാസകരമാകുന്ന ഒരു വഴി തന്നെയാണ്. ആ തുറന്ന വഴിയിലൂടെ എന്തായാലും സഞ്ചരിക്കാൻ ഇന്ത്യ ശ്രമിക്കും. കാരണം ഇദ്ദേഹത്തെ മുന്നിൽ നിർത്തിക്കൊണ്ട്, അല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ കൂടെ ശ്രമം കൊണ്ട് ആണ് ഇത് വിജയിച്ചത് എന്നുള്ളത് കൊണ്ട് ഇദ്ദേഹത്തെ മുന്നിൽ നിർത്തിക്കൊണ്ടുള്ള ശ്രമം തന്നെയായിരിക്കും എന്തായാലും ഇന്ത്യ നടത്താൻ പോകുന്നത്. അതിൽ ഇപ്പോൾ നേരത്തെ ബിനിൽ തന്നെ പറഞ്ഞതുപോലെ കേരള സർക്കാർ അക്കാര്യത്തിൽ മാറി മാറി വന്ന എല്ലാ സർക്കാരുകളും, നമ്മുടെ ഓർമ്മയിലുള്ള എല്ലാവരും ആത്മാർത്ഥമായി അതിൽ ഇടപെട്ടിട്ടുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചാലും ഉമ്മൻചാണ്ടിയെ ഓർക്കാതെ ഇത് മുന്നോട്ട് പോകാൻ കഴിയില്ല. ഇന്നിപ്പോൾ ചാണ്ടി ഉമ്മൻ പോലും അക്കാര്യത്തിൽ ഗവർണറെ ഇടപെടിക്കാൻ ശ്രമം നടത്തിയ ചാണ്ടി ഉമ്മനാണ്. അങ്ങനെ എല്ലാ അർത്ഥത്തിലും നമ്മൾ ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഗവർണറുടെ ഇടപെടൽ ദേശീയ തലത്തിലുണ്ടായിട്ടുണ്ട്. ആ ദേശീയ തലത്തിലുള്ള ഇടപെടലാണ് സുപ്രീം കോടതിയിലേക്ക് വിഷയം പോകുന്നത്. സുപ്രീം കോടതിയിലെ കേരളത്തിൽ നിന്നുള്ള അഭിഭാഷകരും കേരളത്തിൽ നിന്നുള്ള സാമൂഹ്യ പ്രവർത്തകരും ഒക്കെ ചേർന്നാണ് സുപ്രീം കോടതി ഈ വിഷയം കൊണ്ടുവരുന്നത്. കേന്ദ്ര സർക്കാരിൻ്റെ കാലത്ത്, കഴിഞ്ഞ വി മുരളീധരൻ കേന്ദ്രമന്ത്രിയായിരുന്ന കാലത്ത് തന്നെ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായും ഇതിലൊരു രാഷ്ട്രീയ പ്രശ്നമോ മറ്റ് മത സാമുദായിക ചിന്തകളോ ഒന്നും ഇതിൽ വരാൻ പോകുന്നില്ല. ഇതിലൊരു മോചനത്തിൻ്റെ
ഘടകം മാത്രമാണുള്ളത്. ഒരു ജീവന് വേണ്ടിയുള്ള ഇടപെടലാണ്. അത് എല്ലാവരുമുണ്ട്. നമ്മളുടെ കൺമുന്നിലുള്ള കഴിഞ്ഞ 10 വർഷമായി എല്ലാവരും ഇതിൽ ഇടപെടുന്നുണ്ട്. സാമുദായിക സംഘടനകളുണ്ട്, രാഷ്ട്രീയ പാർട്ടികളുണ്ട്, ഇടപെടാൻ കഴിയുന്ന എല്ലാവരും ഇടപെടുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ബോബി ചെമ്മണ്ണൂർ അദ്ദേഹം ഇതിൽ ഇടപെടുന്നുണ്ടായിരുന്നു. കാരണം ആവശ്യമായ പണം സ്വരൂപിക്കാൻ ഞാനും മുന്നിട്ടിറങ്ങാം എന്ന രൂപത്തിൽ അദ്ദേഹവും പറയുന്നുണ്ടായിരുന്നു. അങ്ങനെയെങ്കിൽ നമ്മൾ എല്ലാ അർത്ഥത്തിലും ഇടപെടാൻ തയ്യാറായി നിൽക്കുന്നു എന്നുള്ളതുകൊണ്ട്, കാന്തപുരം മുന്നിൽ നിൽക്കുന്നു എന്നുള്ളതുകൊണ്ട്, നേരത്തെ അനൽക്ക തന്നെ ഇത് റിപ്പോർട്ട് ചെയ്ത് അനൽക്ക തന്നെ പറഞ്ഞതുപോലെ അവിടെയുള്ള ഗോത്ര സമൂഹവുമായി തലാലിൻ്റെ കുടുംബവുമായി ബന്ധം പുലർത്താൻ കഴിയുന്ന ആളുകൾ നമുക്ക് അവിടെ ഉള്ളതുകൊണ്ട് ആ വഴി നമ്മൾ ആദ്യം തുറക്കുകയും വഴി തുറന്നു കഴിഞ്ഞു. ഇനി വേണ്ടത് അതിൻ്റെ നിയമവശമെങ്കിൽ നിയമവശം. അത് നിയമവശം നേരത്തെ അനൽക്ക തന്നെ സൂചിപ്പിച്ചതുപോലെ യാതൊരുവിധ പ്രാദേശിക നിയമവും ബാധ്യതകളും ഇല്ലാത്തൊരു രാജ്യം എന്ന രൂപത്തിലാണ് യമൻ അറിയപ്പെടുന്നത്. അവിടെ എങ്ങനെയാണ് ഇടപെടാൻ കഴിയുക, ഏത് രൂപത്തിലാണ് അവിടെ ഇടപെടാൻ കഴിയുക? രാഷ്ട്രീയമായെങ്കിൽ രാഷ്ട്രീയമായി, നിയമപരമായെങ്കിൽ നിയമപരമായി, ഇനി സാമുദായിക മതപരമായെങ്കിൽ അങ്ങനെ എങ്ങനെയാണോ നമുക്ക് അവിടെ ഇടപെടാൻ കഴിയുക, ഏത് പോയിന്റിലാണ് നമുക്ക് തൊടാൻ കഴിയുക, ആ പോയിന്റിലേക്ക് ഇന്ത്യ എന്തായാലും എത്തുമെന്ന് ഉറപ്പാണ്. കാരണം ഈ രാജ്യം ഒന്നാകെ, ഈ രാജ്യത്തിൻ്റെ മനസ്സൊന്നാകെ, നമ്മളുടെ എല്ലാവരുടെയും മനസ്സൊന്നാകെ ഇപ്പോൾ നിമിഷപ്രിയയ്ക്ക് വേണ്ടി ഉണ്ട് എന്നുള്ളത് കൊണ്ടും അതിനപ്പുറത്തേക്ക് വലിയ രൂപത്തിലുള്ളൊരു ഇടപെടൽ കാന്തപുരത്തിൻ്റെ ഭാഗത്തുണ്ടായതുകൊണ്ടും എന്തായാലും നമ്മൾക്ക് എന്ത് ചെയ്യാൻ കഴിയുമോ അതെല്ലാം ചെയ്യുമെന്ന കാര്യത്തിലാണ്. അതിൻ്റെ നിയമവശം അവിടെ നിൽക്കുമ്പോൾ തന്നെ ഒരുപക്ഷെ ഇനി ദിയാധനം കൊടുത്താണെങ്കിൽ ആ ദിയാധനം കൊടുത്തതിൽ അനൽക്ക റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഞാൻ ശ്രദ്ധിച്ചത് കുടുംബത്തിനകത്ത് തർക്കമുണ്ട് എന്നുള്ളതാണ്. ആ തർക്കം പരിഹരിക്കാൻ ഒരുപക്ഷെ കാന്തപുരത്തിന് കഴിഞ്ഞേക്കും. ഇതുവരെ നമ്മൾക്ക് കഴിഞ്ഞുവെങ്കിൽ നമ്മൾക്ക് ഇനിയും കഴിയും. കാരണം പ്രതീക്ഷ എന്നുള്ളത് അങ്ങനെയാണ്. നമ്മളൊരു ലോക നിയമം അങ്ങനെയാണല്ലോ. നമ്മൾക്ക് ഇനിയും ഇതുവരെ കഴിഞ്ഞെങ്കിൽ നമ്മൾ ഇനിയും കഴിയും, നമുക്ക് നേടാനും കഴിയും. കാരണം ഇതിൽ ഒന്നിൻ്റെയും വ്യത്യാസങ്ങൾ വരുന്നില്ല, ഒന്നിൻ്റെയും അതിരുകൾ വരുന്നില്ല. എല്ലാ ജാതി മത വ്യത്യാസങ്ങളെയും മറികടന്നുകൊണ്ട്, എല്ലാ സാമുദായിക സാമ്പത്തിക രാഷ്ട്രീയ വിഷയങ്ങളെയും മറികടന്ന് അതിനപ്പുറത്തേക്കാണ് നമ്മൾ ചിന്തിച്ചത്. അങ്ങനെയെങ്കിൽ ഇത് നമുക്ക് സാധ്യമാകും. അതിനൊരു പക്ഷേ കാന്തപുരം മുന്നിൽ നിൽക്കുമായിരിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം അദ്ദേഹത്തിന് ഇടപെടൽ അങ്ങനെയായിരുന്നു. ഇനി അതിൻ്റെ രാഷ്ട്രീയ വശം ദേശീയ തലത്തിൽ ഒരുപക്ഷെ പ്രധാനമന്ത്രി തന്നെ നേരിട്ട് ഇടപെട്ടേക്കാം. കാരണം ഇത്രയും വലിയ ഒരു പ്രതീക്ഷ രാജ്യത്തിനുള്ളപ്പോൾ അദ്ദേഹം നേരിട്ട് ഇടപെടേണ്ടതാണിതിൽ. അദ്ദേഹം ഇടപെടുമായിരിക്കും. അത് യമൻ സർക്കാരുമായോ അല്ലെങ്കിൽ യമനിൽ അങ്ങനെ ഒരു സംവിധാനം ഉണ്ടെങ്കിൽ ആരുമായിട്ടാണോ അവിടെ സംസാരിക്കേണ്ടത് അവരെ നമ്മൾ കണ്ടെത്തും. അത് കണ്ടെത്തുകയും ആ വഴികൾ നമുക്ക് തുറക്കുകയും ചെയ്യും. ഉറപ്പായും ഇതിൽ നമ്മൾ വിജയിക്കും. അല്ലെങ്കിൽ ആ ജീവൻ നമുക്ക് തിരിച്ച് സ്വന്തം നാട്ടിലേക്ക് എത്തിക്കാൻ കഴിയും എന്ന കാര്യത്തിൽ വലിയ പ്രതീക്ഷയുണ്ട്. കാരണം കുറ്റം ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് സത്യമാണ്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ, കാന്തപുരത്തിൻ്റെ വാക്കുകൾ കടമെടുത്താൽ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് പ്രായശ്ചിത്തവുമുണ്ട്. ആ പ്രായശ്ചിത്തം ചെയ്യാൻ നമ്മൾ തയ്യാറാണ്. അതിൽ മതം അനുവദിക്കുന്നുണ്ട് എന്ന് അദ്ദേഹം ആ കുടുംബത്തെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. അല്ലെങ്കിൽ ആ അവിടുത്തെ സന്യാസി സമൂഹത്തെ, മതസമൂഹത്തെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. കുറ്റം ഞങ്ങൾ ചെയ്തിട്ടുണ്ട്, ശരിയാണ്, അതിന് ഞങ്ങൾ പ്രായശ്ചിത്തം ചെയ്യാൻ തയ്യാറാണ് എന്ന് കാന്തപുരം അവരെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ടെന്ന് അദ്ദേഹം തന്നെ നേരത്തെ നമ്മൾ കൊടുത്ത ബൈറ്റിൽ ഉണ്ടായിരുന്നു. അങ്ങനെയെങ്കിൽ ഞങ്ങൾ ചെയ്ത കുറ്റത്തിന് ഞങ്ങൾ പ്രായശ്ചിത്തം ഏൽക്കാൻ തയ്യാറാണ്. നിങ്ങൾ ആവശ്യപ്പെടുന്നത് പണമെങ്കിൽ പണം, അത് തരാനും ഞങ്ങൾ തയ്യാറാണ്. എങ്കിൽ ആ പണത്തിന് വേണ്ടി ഇന്ത്യ ഒന്നാകെ നിൽക്കുമെന്നാണ് നമ്മളിപ്പോൾ പ്രതീക്ഷിക്കേണ്ടത്. അതൊരു ആശ്വാസകരമായി മാറും. ഇനിയുള്ളത് ഇടപെടേണ്ടത് ആ രൂപത്തിലാണ്. ആ രൂപം എന്താണെന്ന് മാത്രമാണ് തീരുമാനിക്കേണ്ടത്. ബിനിൽ, ഓക്കെ, ആ രൂപം എന്താണ് എന്നുള്ളതാണ് ഇനി തീരുമാനിക്കപ്പെടേണ്ടത്. അതിനെ വിവിധ തരത്തിലുള്ള ഇടപെടലുണ്ട്. ശ്രീജിത്ത് ചൂണ്ടിക്കാട്ടിയ ഒരു പ്രധാനപ്പെട്ട പോയിന്റ് നേരത്തെ അനൽക്കയും പരാമർശിച്ച് പോയിരുന്നതാണല്ലോ. അതൊരു ലോ ഓഫ് ലാൻഡ് ഇല്ലാത്ത ഒരു രാജ്യമാണ്. അവിടെ മതനിയമങ്ങൾക്ക് വളരെ പ്രധാനം ലഭിക്കുന്ന നിയമമാണ്. അല്ലാതെ ഒരു ഭൂമിയുടെ നിയമം, ലോ ഓഫ് ലാൻഡ് എന്ന് പറയുന്നതിന് വലിയ പ്രസക്തിയില്ലാത്തൊരു നിയമമാണ്. മാത്രമല്ല ആഭ്യന്തര പ്രശ്നങ്ങളുള്ള ഒരു രാജ്യമാണ്. അപ്പോൾ ആ രാജ്യത്തെ ഇടപെടുന്നത് നയതന്ത്ര തലത്തിൽ സാധ്യമല്ല എന്നുള്ളത് സ്വാഭാവികമാണ്. കാരണം നമുക്കറിയാം ഇന്ത്യക്ക് അവിടെ എംബസി പോലും ഇല്ല, എംബസികൾ പ്രവർത്തിക്കാനാവുന്ന ഒരു സാഹചര്യം പോലും ഇല്ല. അപ്പോൾ അവിടെ നമുക്ക് ഏതെല്ലാം തരത്തിൽ ഇടപെടാനാകും എന്നത് തെളിയിക്കപ്പെട്ട ഒരു സംഭവമാണ്. മതപരമായ ഒരു സംവിധാനം നിൽക്കുന്ന ഒരു രാജ്യത്ത് മതപരമായിട്ടുള്ള മതപണ്ഡിതരുടെ നേതൃത്വത്തിലുള്ള ഇടപെടൽ എന്നുള്ളത് വളരെ പ്രതീക്ഷയോടെ നമ്മൾ കാണേണ്ട ഒരു കാര്യം കൂടിയാണ്. ഇതിൽ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ പറഞ്ഞ ഒരു കാര്യം, ഒരു പ്രധാനപ്പെട്ട കാര്യം ഉണ്ട്. ഇതെൻ്റെ ഉത്തരവാദിത്തമാണ്, ഇത് കടമയാണ്, ഇസ്ലാം വർഗീയതയുടെ മതമല്ല എന്ന് ആവർത്തിച്ച് തെളിയിക്കുന്ന ഒരു ഇടപെടലായി തന്നെ ഇതിനെ അദ്ദേഹം തന്നെ വിശേഷിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഘട്ടത്തിലുള്ള ഒരു മാനവികതയുടെ സന്ദേശം, വിശ്വമാനവികതയുടെ സന്ദേശം ഈ അവസാന നിമിഷത്തിലും നോക്കൂ, തൂക്കുകയർ വധശിക്ഷ എങ്ങനെയാണ് നടപ്പാക്കാൻ അവർ ഉദ്ദേശിക്കുന്നത് എന്നുള്ളതായിരുന്നു നമുക്കറിയില്ല. നമ്മളിപ്പോൾ ഇന്ത്യയിലാണെങ്കിൽ തൂക്കുകയർ കാത്തു നിൽക്കുന്ന ഒരു മനുഷ്യനിലേക്ക് നീതിയുടെ ഒരു വെളിച്ചം എത്തിക്കാൻ അത് സർവത്രപരമായി ഏതെല്ലാം തരത്തിൽ സാധിക്കുമോ ആ തരത്തിലെല്ലാം നടത്തുക എന്ന് പറയുന്നത് എത്രത്തോളം ആശ്വാസകരമാണ്, സന്തോഷകരമാണ് അല്ലേ ശ്രീജിത്ത്? തീർച്ചയായും വലിയ സന്തോഷമുള്ള കാര്യമല്ലേ. കാരണം ബിനിൽ തന്നെ പറഞ്ഞ പോലെ മാനവികതയുടെ വലിയ സന്ദേശമാണ്. അല്ലെങ്കിൽ ഇതിന് വാക്കുകൾ കൊണ്ട് നിർവചിക്കാൻ കഴിയുന്നതിനപ്പുറത്തേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ജാതിയുടെയും മതത്തിൻ്റെയും എല്ലാ സാമുദായിക വേലിക്കെട്ടുകൾക്കും അപ്പുറത്തേക്ക്, പണത്തിൻ്റെ വേലിക്കെട്ടുകൾക്ക് അപ്പുറത്തേക്ക്, രാഷ്ട്രീയത്തിൻ്റെ വേലിക്കെട്ടുകൾക്ക് അപ്പുറത്തേക്ക് ഈ രാജ്യത്തിൻ്റെ മനസ്സിന് ഒപ്പമായിരുന്നു അദ്ദേഹത്തിൻ്റെ ഇടപെടൽ എന്നുള്ളത് വളരെ പ്രകടമായ കാര്യമാണ്. അദ്ദേഹം അതിനെ നമ്മൾ അനുഭവിക്കുകയാണ് വേണ്ടത്. കാരണം ആ ഇടപെടലിൻ്റെ ഒരു സൗകുമാര്യം നമ്മളിനി അനുഭവിക്കുകയാണ് വേണ്ടത്, മനസ്സിൽ ചേർത്ത് വെക്കുകയാണ് വേണ്ടത്. അതിനൊപ്പം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇനി ഏത്
ഏത് രൂപത്തിലാണ് ഇടപെടേണ്ടത്. കാരണം ആ കുടുംബം ഇപ്പോഴും തർക്കമുണ്ട് എന്ന്, അല്ലെങ്കിൽ ഇതിലേത് പണം സ്വീകരിക്കണമോ അല്ലെങ്കിൽ ആ ശിക്ഷ നടപ്പാക്കണമോ എന്ന കാര്യത്തിൽ കുടുംബത്തിൻ്റെ ഇടപെടൽ അല്ലെങ്കിൽ കുടുംബത്തിൻ്റെ തീരുമാനം, കുടുംബത്തിൻ്റെ മനസ്സെങ്ങനെയാണ്, ആ മനസ്സിലേക്കാണ് നമ്മൾ, കുടുംബത്തിൻ്റെ ചിന്തയിലേക്കാണ് നമ്മൾ ഇനി ഇടപെടേണ്ടതെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം മതപരമായ തീരുമാനമായിരിക്കാം ഒരു പക്ഷേ ഒരു കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ കൊലപാതകം അല്ലെങ്കിൽ അവരെ വധശിക്ഷയ്ക്ക് ആക്കിയിരിക്കണം എന്നായിരിക്കാം അവിടുത്തെ പ്രാദേശിക നിയമം. ആ നിയമം അവർ ചെയ്യാൻ തയ്യാറാണെങ്കിൽ, അല്ലെങ്കിൽ നിയമം നടപ്പിലാക്കാൻ തയ്യാറാണെങ്കിൽ ഇനി അവരുടെ മനസ്സിലേക്കാണ് നമ്മൾ ഇടപെടേണ്ടത്. ആ മനസ്സിൽ ഇടപെടുകയും ആ മനസ്സിൽ ആ കുറ്റം ചെയ്തിട്ടുണ്ട് ഞങ്ങൾ എന്ന് നമ്മൾ സമ്മതിക്കുകയും അത് പ്രായശ്ചിത്തം ചെയ്യാൻ നമ്മൾ തയ്യാറാണ് എന്ന് അവരെ ബോധ്യപ്പെടുത്തുകയും ചെയ്യുക. അങ്ങനെ ഒരു മതമാണ് എന്ന് ആ മതത്തെ ഉൾക്കൊണ്ടുകൊണ്ട് കാന്തപുരം അത് പറഞ്ഞു കഴിഞ്ഞു. ആ ഒരു അർത്ഥം, ആ വിശാല അർത്ഥം ആ കുടുംബത്തെ ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ് ഇനി ഒരുപക്ഷെ ചെയ്യാൻ കഴിയുക. ഒരുപക്ഷെ അതിൽ നമ്മൾ വിജയിച്ചേക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇതുവരെയും നമ്മൾ വിജയിച്ചിട്ടുണ്ട് എങ്കിൽ അതിൽ വിജയിക്കാൻ കഴിയും.